ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമുക്കും ഈ വചനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. നമുക്ക് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാം. അതുപോലെ പ്രാർത്ഥന ഒരു മരുന്നാണ്. പ്രാർത്ഥന ഇടപെടാതെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. നമുക്ക് നന്ദി പറയേണ്ട ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം വാരിക്കോരി ചൊരിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. മനുഷ്യരെപ്പോഴും തൻ്റെ ഇല്ലായ്മകളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. തനിക്ക് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ച് എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ കംപ്ലൈൻറ്റ് പറയുന്നവരെ ദാരിദ്ര്യം വിട്ടൊഴിയാതെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നാണ് പറയുന്നത്. നമുക്കിന്ന് മുതൽ നന്ദിയുള്ളവരായി മാറാം. കാരണം നമുക്ക് ജീവിക്കാൻ ഒരു നമുക്ക് താമസിക്കാൻ ഒരു ഭവനമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭവനമില്ലാത്തവരുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ മനോഹരമായ ഭവനം. അതുപോലെ നമുക്ക് സഞ്ചരിക്കാനൊരു വാഹനമുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ, മാതാപിതാക്കളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ എല്ലാം ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെയും നമ്മൾ നന്ദിയുള്ളവരായി, നമുക്ക് തന്ന അനുഗ്രഹത്തെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായി മാറാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹാവ് എ ബ്ലെസ്ഡ് ഡേ. എൽസി ജോസ്.